ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായുള്ള 8ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ ദിനം നമ്മുടെ വചന വിചിന്തനത്തിന് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നാം ധ്യാനിക്കുകയാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഴമായ അനുതാപം, അന്ത്യവിധിയെക്കുറിച്ചുള്ള ഓർമ്മ, കർത്താവുമായി അനുരഞ്ജനപ്പെടേണ്ട നീതിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പന്തക്കുസ്തായ്ക്ക് ശേഷം നടത്തിയ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണത്തിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞു തുളുമ്പിയ ദൈവവചനം സ്വീകരിച്ച ഒരു ജനം കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവിന്റെ നിറവ് ആത്മാവിൽ സ്വീകരിക്കപ്പെടുമ്പം നമ്മുടെ ആത്മാവിൽ നിറയുന്നത് അനുതാപവും ആഴമായ ഈശോ സ്നേഹവും സ്വർഗീയമായ രഹസ്യങ്ങളിലേക്ക് ഹൃദയം തുറക്കുന്ന അനുഭവങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യനിൽ നിന്ന് അനുതാപം ഇല്ലാതെയാവുന്നു. സ്വർഗീയ രഹസ്യങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെടുന്ന കാലത്ത് ദൈവാത്മാവിന് വേണ്ടി നമ്മൾ നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും നിറയുമ്പം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ അനുതാപം, ദൈവിക രഹസ്യങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് ഹൃദയം തുറക്കാനുള്ള ദാഹം പരിശുദ്ധാത്മാവ് നൽകുമെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. കൂടുതൽ ആഴമായ ഒരു ദൈവാനുഭവം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾക്കായി എൻ്റെ ഹൃദയം തുറക്കണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ ശ്രമിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.